നിർത്ത് നിർത്ത് നിർത്ത്. അയ്യപ്പോ ഇത്രയായി 50 രൂപ അഞ്ചിന് കൂടുതലാ. വേണം 50 രൂപ. ചെല്ല്. ഹലോ അയ്യോ എന്റെ ദൈവമേ ഇതെപ്പോ വന്ന്? അതെ ഞാൻ അതുപോലെയായിരുന്നു കഴിഞ്ഞ മാസം വന്നു ഞാൻ. അയ്യോ എനിക്ക് കഴിഞ്ഞ ആഴ്ച പോയ പോലെ തോന്നുന്നു. പിന്നെ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ വർഷമായിരുന്നു ഇതേ സമയത്ത്. സുഖായിട്ടിരിക്കണോ? ആളങ്ങനെ തന്നെ കേട്ടാ. കനകനൊന്നും ഇവിടെ ഇല്ല, അതറിഞ്ഞില്ല. അപ്പൊ ഇല്ല, വിളിക്കാറില്ല. അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് കുറെ ആളായിരുന്നു. അവന് ട്രാൻസ്ഫർ ആയി ആലപ്പുഴക്ക്. ആലപ്പുഴക്കോ? ഓ, അപ്പൊ ഫാമിലി ആയിട്ടും പോയോ? ഓ, കുറച്ചു നാളായി. ആണോ? പിന്നെ അമ്മ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഇപ്പൊ ഇവിടെ ഉണ്ടമ്മ. ആണോ? അയ്യോ ക്ലീറ്റോ, ക്ലീറ്റോ, അളിയാ, ക്ലീറ്റോ. ക്ലീറ്റോ ഏട്ടനാണെന്ന് സ്വപ്നത്തിൽ വിചാരിക്കില്ല കേട്ടോ. വാ തുറന്ന ഏട്ടന്റെ കാര്യം പറിച്ചില്ല. ഇന്നലെ കൂടി പറഞ്ഞേ. ആണോ? ഓ വേണ്ട, അവനെ ആ കോമ്പസ് കൊണ്ട് കുത്തിയ പാട് കാണുമ്പോ ഇപ്പോഴും എല്ലാ ദിവസവും ഞാൻ അവനെ അന്നത്തെ ഓരോ കാര്യങ്ങൾ. ഇത് ആര് അറബിയം പറ്റിച്ച് വീണ്ടും വന്നൊക്കെയാണോ? സത്യം പറഞ്ഞാ ഇങ്ങനെ ഒരു കൂട്ടുകാരുണ്ടെന്നുള്ള കാര്യം ഞാനൊക്കെ മറന്നുപോയി കേട്ടോ. ഇന്നലെ അല്ലേ ക്ലീറ്റോ നമ്മൾ അപേട്ടനെ പറ്റി പറഞ്ഞത്? ഓടി അവിടുന്ന്. അത് കഴിഞ്ഞ മാസമല്ലേ നീ പറഞ്ഞത് ഈ കനകം വഴിതെറ്റിന്റെ കൂടുതൽ പങ്ക് ഇവനാണെന്ന്? അതല്ല പറഞ്ഞ. ഇനിയിപ്പോ തെറ്റുള്ളത് വഴിതെറ്റി അത് പറഞ്ഞിട്ട് കാര്യം. കയറി വാ, വാ വാ വാ. തക്കളിമോളെ കൊച്ച് മാമനെ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ അതൊക്കെ അമ്മേ മനസ്സിലായോ? ഗൾഫിലല്ലായിരുന്നാ? ഞാനിപ്പോ ഒരു മാസമായി അമ്മച്ചി വന്നിട്ട്. ഒരു മാസമായ? ഒരു മാസമായി. കെട്ടും ഇത് ബാഗും ഒക്കെ ഉണ്ട്. അതെ, അവൻ ആദ്യം ഒന്ന് ഇരുത്തി. കുഴഞ്ഞുപോയി. അയ്യോ, ഞാൻ വിചാരിച്ചു ഗൾഫിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. അയ്യോ അല്ല അമ്മച്ചി, ഇപ്പഴേ ഞാനിവിടെ വന്നിട്ട് കാലം എത്രയെന്നറിയാവോ? എത്ര കാലമായി? കഴിഞ്ഞ വർഷം ഏതാണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഞാൻ ഇവിടെ വന്നത്. ഒരു വർഷമായി. ഓർമ്മയ്ക്കൊന്നും ഒരു കുറവുമില്ല. പിന്നെ സുഖം? സുഖമായിട്ട് അങ്ങനൊക്കെ ഇരിക്കുന്ന അമ്മച്ചി. ഇപ്പൊ ഞാനേ ഗൾഫിലെ ജോലിയൊക്കെ മതിയാക്കിയായിരുന്നേ. അവിടെ ഒന്നും ബിസിനസ് ഒന്നും ശരിയാകത്തില്ല. അറബികൾക്കൊക്കെ ബുദ്ധി വന്നു തുടങ്ങി. ഇവനെ പറ്റിക്കാൻ പറ്റൂല. അല്ല, അവനൊന്നല്ല, അറബികൾ ഇതെല്ലാം പഠിച്ചെടുത്തു. അവരെ പറ്റിക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അവിടുത്തെ പണിയൊക്കെ നിർത്തിയിട്ട് നാട്ടിൽ വന്ന് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ച്. അതാണ് നല്ലത്, നമ്മുടെ നാടാ നല്ലത്. ഒന്നുമില്ലെങ്കിൽ ചില്ലറ കിട്ടത്തുള്ളെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇരിക്കട്ടെ. അല്ലാതെ അവിടെ കിടന്ന് ചുമ്മാ എന്തിനാ വെയിൽ കൊള്ളുന്ന? ഭയങ്കര ചൂടല്ലയോ അമ്മച്ചി? ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് എനിക്ക് വന്നൂടാ. എന്റെ പൊന്നെ, അങ്ങനെ വിചാരിക്കരുത് എന്റെ പൊന്നു മോനെ. ഞാൻ പിന്നെ ചോദിച്ചതേ ഉള്ളു. അമ്മ ഉദ്ദേശിച്ചത് നീ ഇനി കനകനെ കാണാൻ വന്നയാണോ? അല്ല, അതല്ല അമ്മച്ചി. അതെനിക്ക് സെക്രട്ടേറിയറ്റ് വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നേ, സെക്രട്ടേറിയറ്റില്ലേ. അപ്പൊ അവിടെ വന്നപ്പോഴ് നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാലോ എന്ന് വിചാരിച്ചു. ഞാനേ ഇപ്പൊ നാട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനുള്ള പരിപാടിയില്ല. എന്തോ ബിസിനസ്? അത് നമ്മുടെ ഈ വാഴപ്പിണ്ടിയില്ലേ, വാഴപ്പിണ്ടിന്ന് കേക്ക്, വാഴപ്പിണ്ടിന്ന് കേക്ക്. അതുപോലെ നമ്മുടെ തണ്ണിമത്തൻ, വാഴപ്പിണ്ടിന്ന് കേക്ക്. അതുപോലെ ഈ തണ്ണിമത്തന്റെ തോടില്ലേ, അതുകൊണ്ട് ചിപ്സ്. മാങ്ങാത്തൊലി, കറക്റ്റ് മാങ്ങാത്തൊലി കൊണ്ട് ചിപ്സ്. അതെല്ലാം ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടറി തുടങ്ങാൻ പോവാ ഞാൻ. ഒരു പുതിയ ബിസിനസ് ആണത്. നല്ല നാടൻ സാധനങ്ങൾ കൊണ്ട് നന്നായിരിക്കും. നന്നായി. അല്ല, കഴിക്കണം. അത് കേട്ടാ അറിഞ്ഞൂടെ? എനിക്ക് കേട്ടാ അതിന്റെ സ്വാദം അറിഞ്ഞൂടെ? പിന്നെ അതെന്റെ ഒരു പുതിയൊരു കണ്ടുപിടുത്തങ്ങളെ. അപ്പൊ അതിന്റെ ഫാക്ടറി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ. അതിന് പക്ഷികളെ പക്ഷികളല്ല മച്ചി, ഭക്ഷ്യസുരക്ഷാ
ഭക്ഷണ വകുപ്പ്. അമ്മ ഈ തീറ്റയും കൂടിയുടെ വകുപ്പുണ്ട്. ഫുഡ് സേഫ്റ്റി. അതൊക്കെ ശ്രദ്ധിക്കണം. ഈ ആഹാരത്തിൽ കൂടെയാണ് പല കാര്യങ്ങളും ഇപ്പൊ വരുന്നത്. ആ വകുപ്പിന്റെ ഒരു സമ്മതപത്രം വേണം. അത് വേണം. ഈ ഫാക്ടറി തുടങ്ങണമെങ്കിൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ ആ സർട്ടിഫിക്കറ്റിനായിട്ട് ഞാൻ ഈ സെക്രട്ടേറിയറ്റ് വന്നതാ. അവിടെ ചെന്നപ്പം ആ സെക്ഷൻ ക്ലർക്ക് ലീവ്. അവിടെ ഒരു മനുഷ്യന് കാണൂല. വിളിച്ചു ചോദിച്ചിട്ട് വരായിരുന്നു. അതെങ്ങനെ അവന്റെ നമ്പർ അറിയണ്ടായോ? അപ്പൊ ഇനിയിപ്പോ നാളെ അവൻ വരും. അയ്യോ, അപ്പൊ പിന്നെ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാലോ. 5-6 കയറി ഇറങ്ങേണ്ടി വരും അതിന് സെക്രട്ടേറിയറ്റില് കേട്ടോ. അത് കുഴപ്പമില്ല. അല്ല പിന്നെ ഇപ്പൊ എന്താ ചെയ്യണ്ടേന്ന്? ഇനിയിപ്പൊ ചെയ്യാന്ന് പറഞ്ഞ പെങ്ങളെ, ഞാൻ അവിടുന്ന് ഈ ബസൂലിയൊക്കെ മുടക്കി 2-3 ദിവസമൊക്കെ മെനക്കെട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലേ കാര്യം നടക്കത്തില്ല. ഞാൻ വീണ്ടും പോകും, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയല്ലേ. ഇവിടെ നിൽക്കട്ടെ. അല്ല, അതല്ല അമ്മച്ചി. ഇതിനിപ്പോ ഈ ഇടനിലക്കാരി വേണി, സെക്രട്ടേറിയറ്റിലൊക്കെ ഇടനിലക്കാര്, ബ്രോക്കർമാര്, അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത കാര്യം സാധിക്കുമായിരുന്നെങ്കിൽ വലിയ പോലെ. അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ച് നോക്കായിരുന്നില്ലേ? എവിടെ അതല്ലെന്ന്, സെക്രട്ടേറിയറ്റില് പിടിപാടുള്ള ആള് എന്റെ കയ്യിലുണ്ട്. പിന്നെ സമർത്ഥൻ, കാര്യപ്രാപ്തി ഉള്ളവൻ, ഒരു മനുഷ്യനെയും കൂസാത്തവൻ, സെക്രട്ടേറിയറ്റിനകത്ത് ഇത്രയും പിടിപാടുള്ള ഒരു മനുഷ്യന് ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. നടരാജൻ. നമ്മുടെ നടരാജനോ? നമ്മുടെ നടരാജനൊന്നുമല്ല, ഇത് വലിയ നടരാജൻ, സെക്രട്ടേറിയറ്റിന്റെ അവിടെ ഉള്ള ആളാ. അയ്യോ, പുള്ളി സെക്രട്ടറിയിലെ ഓഫീസിലോട്ട് കയറി ചെന്നാണല്ലോ എല്ലാവരും എഴുന്നേറ്റ് എന്നിട്ട് ഇങ്ങനെ വിഷ് ചെയ്യും. അത്ര പിടിപാടുള്ള ആളാ. എന്നാ പിന്നെ ഇതൊന്ന് പുള്ളി വിചാരിച്ചാൽ നടക്കും, പക്ഷെ ഞാനൊന്ന് സംസാരിക്കണം. ഇപ്പൊ വിളിച്ചാൽ എടുക്കുമെന്ന് അറിയില്ല, തിരക്കാണ്, എപ്പോഴും തിരക്കാണ്. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പൊ നമ്മളെ കാര്യമില്ലേ ഇത്, കളയാൻ പറ്റൂല, അളിയനെ കളയാൻ പറ്റൂലല്ലോ, നമ്മൾ ആളായി പോയില്ലേ. നോക്കാം, ഞാൻ കുറച്ച് ദിവസമായി ഒരു കേസ് പറഞ്ഞിട്ട് അതൊക്കെ നടത്തി തന്നു കേട്ടോ. വെല്ലുണ്ട്. നമസ്കാരം. നമസ്കാരം. ക്ലീറ്റസ് ആണേ. പിന്നെ ഞാൻ വിളിച്ചത്, സെക്രട്ടേറിയറ്റില് നമ്മുടെ ഈ ഭക്ഷ്യ സുരക്ഷാ വകുപ്പില് ആരെങ്കിലും പിടിയുണ്ടോ? ഇല്ല, എനിക്കാരെയും പിടിയില്ല. സെക്രട്ടറിയോ? ഇല്ല, സെക്രട്ടറി പരിചയമില്ലെന്ന്. ഇന്നലെ കൂടി കണ്ടിരുന്നോ? ഇന്നും കണ്ടില്ല, എനിക്ക് പരിചയമില്ല. അയ്യോ, സെക്രട്ടറി നിങ്ങൾ ഭയങ്കര മച്ച കമ്പനിയാണെന്നോ? അല്ല, എനിക്ക് ആരെയും പരിചയമില്ല. അപ്പൊ എന്തായാലും ഇത്രയും അടുത്ത പരിചയമുള്ള സ്ഥിതിക്ക് ഒരു ചെറിയ സഹായം ചെയ്തു തരണം. സഹായം ചെയ്യാനാണ്. എന്റെ അടുത്തൊരു കൂട്ടുകാരനുണ്ട്, പുള്ളി ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ പോണം. അപ്പൊ അവിടുന്ന് ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് വേണേ. ഞാൻ എന്തോ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാണ്? അതന്നെ അതിന്റെ പേര് ഒരു നിമിഷം, ഞാൻ പുള്ളി പറയൂ. അത് കേട്ടില്ലേ? ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒരെണ്ണം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. ഇത് ഞാൻ എങ്ങനെ ശരിയാക്കാണ്? എനിക്കറിയാം, നിസ്സാര കാര്യമാണെന്ന് അറിയാം, പക്ഷെ എങ്കിലും നമ്മൾ ഈ പറഞ്ഞില്ലേ, എങ്ങനെ ശരിയാക്കണേനോ? അത് കൂടുതൽ ഇത് നമ്മുടെ സ്വന്തം പാർട്ടിയാണ്. 20,000 രൂപ എന്നൊക്കെ പറയണത് കൂടുതലാ. ഞങ്ങളെ കൂടെ പഠിച്ചതാ, ഒരു ബെഞ്ചിലിരുന്ന്. താഴോട്ട് വരട്ടെ. 15? അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടരാജ ആള് കരുനാഗപ്പള്ളിക്കാരനാണ്. അല്ല, അതും ഓക്കെ, അത് ശരിയാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇപ്പൊ 3-4 പ്രാവശ്യം ഇതിന്റെ വണ്ടി വന്നു പോയി കഴിഞ്ഞാൽ 10-15 രൂപ ചെലവാകും. അല്ല, അതൊക്കെ ഓക്കെ. നടരാജ, ഇതിപ്പോ വലിയ പിടുത്തം വേണ്ട, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. മന്ത്രിയുടെ അടുത്ത് നിൽക്കുന്ന തിരക്കിലോ? അല്ല, ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, നമ്മൾ ഫിക്സ് ചെയ്യണം. 15. ഓ, നാളെ എത്തിച്ചേരും. നാളെ രാവിലെ പൈസ എത്തിച്ചു തരും. ആട് മാറിപ്പോയി, ഞാൻ നടരാജനാ. എനിക്കത് അറിഞ്ഞൂടെ, ഞാൻ ഒറ്റയ്ക്കേ വരുള്ളൂ, പുള്ളി ഒന്നും വരില്ല. പൈസ കൊണ്ടുവന്ന് രാവിലെ രഹസ്യമായിട്ട് ഞാൻ തരും. എത്ര ദിവസത്തിനകത്ത് പേപ്പർ? 2 ദിവസത്തിനകത്താ? എന്തോ പറയുന്നത്? ഓ മതി, 2 ദിവസം എന്നുള്ളത് 1 ദിവസം കൂടെ അങ്ങോട്ട് തള്ളിയാലും കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് സാധനം കിട്ടണം. പറഞ്ഞ പോലെ രാവിലെ പൈസ ഇട്ട് ഞാൻ അവിടെ എത്തും. എത്തിച്ചോളാം. ശരി നടരാജ, വളരെ ഉപകാരമുണ്ട്. താങ്ക്സ് കേട്ടോ. ഇല്ല, ഞാൻ മാത്രമേ വരുള്ളൂ. ശരി. ഓക്കെ, താങ്ക് യു. എൻ്റെ അളിയാ, നിന്റെ നല്ല സമയമാണ് കേട്ടോ. കർത്താവ് നിന്റെ കൂടെ ഉണ്ട്.
സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള കേസിന് ഞാൻ കണ്ടോണ്ട് നിൽക്കണതാ 25 രൂപ കുറഞ്ഞ അവർ വാങ്ങിക്കില്ല. പിന്നെ ഇതിപ്പോ നമ്മൾ തമ്മിൽ ഒരുമിച്ച് പഠിച്ചതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 15 രൂപയിൽ തീർന്നു. ഇതൊരു നല്ല കാര്യത്തിനല്ലേടേ, ഇത് ആദ്യം ചെലവാക്കണല്ലേ ഉള്ളൂ. അതെ പൈസ ചെലവാക്ക്, ഇതൊക്കെ ലാഭത്തിൽ നിന്ന് പിടിച്ചെടുത്തോണം. ആ ഓ അളി ചായ പിടിച്ചില്ല. ഇരിക്കാം. അതെ ഞാൻ ഒരു തവണ ലീവിന് വന്നപ്പോഴേ അമ്മച്ചി എന്നോട് എന്തുവാ പറഞ്ഞത്? ഇങ്ങോട്ട് എന്തോന്ന് നിനക്കെന്താ പ്രശ്നം? നിങ്ങളിപ്പോ ആരാ ഫോൺ ചെയ്തത്? അത് അവന്റെ സെക്രട്ടേറിയറ്റിലെ അതിന്റെ വേണ്ടപ്പെട്ട ഒരാളെ. നമ്മുടെ നടരാജനല്ല അല്ലേ? ആണെങ്കിൽ ആ എനിക്കറിയാം, നിങ്ങൾ നടരാജനെ തന്നെ വിളിച്ചിരുന്നു. ആരും പൊട്ടന്മാരൊന്നും ആക്കല്ലേ അങ്ങനെ. എന്തിനാ ക്ലീറ്റോ പാവത്തിന് നിങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ നോക്കണത്? നമ്മുടെ വീട്ടിൽ വന്നതല്ലേ ക്ലീറ്റോ? ഇവൻ പാവോ എടി, ഇവൻ ഗൾഫിൽ കണ്ട അറബികളെ പറ്റിച്ചിട്ട് വന്നേക്കണം അവനെ. അതിന് നിങ്ങൾക്ക് എന്താന്ന്? എനിക്ക് കുഴപ്പമില്ല, അങ്ങനെയുള്ളവനെ പറ്റിക്കാം. പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുന്ന ഒരു ചൊല്ലുണ്ട്. ഇവനെ ചതിക്കാൻ വന്ന ദൈവമാണ് ഞാൻ. ക്ലീറ്റോ വേണ്ട ക്ലീറ്റോ, കളിക്കല്ലേ നീ. പിന്നെ പാർട്ടി ഫണ്ടിലേക്കുള്ള കാശ് നിന്റെ തന്ത തരുമോടി? Versus Alien.